സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത മക്കളായിട്ട് മാറുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മക്കൾക്കൊന്നും സ്നേഹമില്ലടോ. ഉമ്മാനോടും വാപ്പാനോടും അച്ഛനോടും അമ്മനോടൊക്കെ ഒരു സ്നേഹം വേണ്ടേ? അതുണ്ടോ നിങ്ങളുടെ മക്കൾക്കൊക്കെ? നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ കരയിക്കുന്നത്? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉമ്മാനെയും വാപ്പാനെയും നോക്കാത്ത കുറേ വിദ്വാന്മാരും വിദ്യാർത്ഥികളൊക്കെ ഇതിനകത്തുണ്ടാവും. ഈ ഇരിക്കുന്നതിലേ നല്ല കുപ്പായെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. നല്ല തുണിയും കുപ്പായെല്ലാം ഇട്ട് സ്പ്രേ എല്ലാം അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മൾ. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ഞാനും നിങ്ങളൊക്കെ. ഇപ്പോൾ ഒരു കുന്തവും. ഉമ്മാനെയും വാപ്പാനെയും നോക്കൂല. ജന്മം നൽകി ഉമ്മാനെയും വാപ്പാനെയും നോക്കണ്ടേ? അത് നോക്കാത്ത എത്ര ആൾക്കാർ ഇതിനകത്തുണ്ടാവും? അവരുടെ അടുത്ത് പോകാത്ത എത്ര ആൾക്കാരുണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ അടുത്തൊന്ന് പോകണമെന്ന്? ചിന്തിക്കണം നിങ്ങൾ. കാരണം എന്താ അറിയോ? എടോ, നീ ഞാനൊക്കെ ഒന്നും അല്ലാതെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒന്നുമല്ലാത്തൊരു കാലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അതെപ്പോഴാ? ഒന്ന് ജനിക്കുന്നതിന് മുമ്പേ നമ്മളൊന്നും അല്ലായിരുന്നു. രണ്ടാമത് ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് നമ്മൾ ജന്മം കൊണ്ട ഒരു നിമിഷം, അപ്പോഴും നമ്മളൊന്നുമല്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഈ പുറത്ത് വന്നപ്പോഴും നമ്മളൊന്നുമല്ല. എന്തായാലും ഒരു 5-6 വയസ്സ് വരെയെങ്കിലും ഉമ്മ എന്ന് പറയുന്ന ആൾ നമ്മളെ നോക്കണമല്ലോ. അല്ലെങ്കിൽ വാപ്പ എന്ന് പറയുന്ന ഒരാൾ ഒരു 5 വയസ്സ് വരെയെങ്കിലും നമ്മളെ നോക്കണമല്ലോ. ബാക്കിയൊക്കെ പോട്ടെ. പിന്നെ നിങ്ങളെങ്ങനെ പിച്ച വെച്ച് എഴുന്നേറ്റ് നടക്കുന്നു ചെയ്യുക. അങ്ങനെ ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള ഒരു സൗഭാഗ്യം നൽകിയ ആ ഉമ്മാനെയും വാപ്പാനെയും നോക്കാത്ത എത്ര ആൾക്കാർ ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നുണ്ടറിയോ? അവരനുസരിക്കാത്ത എത്ര മക്കൾ ഇതിനകത്തുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അവരോടൊക്കെ ഒന്ന് സ്നേഹത്തിൽ പെരുമാറാത്ത എത്ര എണ്ണം ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അറിയോ നിങ്ങൾ? ഞാൻ പറയുന്നതറിയോ, നിങ്ങൾക്കൊക്കെ രക്ഷ വേണമെങ്കിൽ ജന്മം നൽകിയ ഉമ്മാനെയും വാപ്പാനൊക്കെ നോക്കിക്കോ, അച്ഛനമ്മനൊക്കെ നോക്കിക്കോ. ചെറിയ കുട്ടികളോട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 15 വയസ്സിന് ശേഷമുള്ള കുട്ടികളുണ്ടല്ലോ, ഒരു 15 വയസ്സ് മുതലുള്ള കുട്ടികളായ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഈ മക്കളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ? മക്കളെ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുമ്പിൽ നിങ്ങൾ തോറ്റോളൂ. ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുമ്പിൽ ജയിക്കാൻ നോക്കിയാൽ ഈ ലോകം മുഴുവനും നിങ്ങൾ തോറ്റു. നിങ്ങൾ അതാദ്യം പഠിച്ചോ. ഇന്നത്തെ തലമുറേനെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരൊറ്റ എണ്ണം സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത മക്കളായിട്ട് മാറുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മക്കൾക്കൊന്നും സ്നേഹമില്ലടോ. ഉമ്മാനോടും വാപ്പാനോടും അച്ഛനോടും അമ്മനോടൊക്കെ ഒരു സ്നേഹം വേണ്ടേ? അതുണ്ടോ നിങ്ങളുടെ മക്കൾക്കൊക്കെ? നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ കരയിക്കുന്നത്? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിപിഴക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇക്കാലത്തെ വിദ്യാഭ്യാസ രീതിയാണ് ഇതിനുള്ള കാരണം. ഈ വഴിവഴച്ചു പോകാനുള്ള കാരണം തെറ്റായ രീതിയിലുള്ള പഠനം, അനാവശ്യമായ കുറേ കാര്യങ്ങൾ കുട്ടീനെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ഭക്ഷിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ ഈ ഭൂമിയിൽ പെരുമാറണമെന്നും പഠിപ്പിക്കുന്നില്ല. ബാക്കി കുറേ കാര്യങ്ങൾ, ചന്ദ്രനിൽ ആരാണ് ബോംബ് വിട്ടത്, ഇറാഖിൽ ആരാണ് യുദ്ധം ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളെ മക്കളെ ഇതാണോ ഇതാണ് നല്ല ഭക്ഷണം പഠിപ്പിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് ഇന്നതാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ശരീരത്തിന് ഇതാണ് ഗുണം, ഇങ്ങനെ പെരുമാറണം, വാപ്പാനോട് ഇങ്ങനെ പെരുമാറണം, ഉമ്മയോട് ഇങ്ങനെ പെരുമാറണം, ഈ പ്രകൃതിയോട് ഇങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സംവിധാനം സ്കൂളിലുണ്ടോ, മദ്രസകളിലുണ്ടോ, കോളേജുകളിലുണ്ടോ? എവിടെയുള്ളത്? നിങ്ങൾ പഠിപ്പിച്ചെന്തെന്ന് അറിയോ? നിങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. മത്സരിക്കുക, പരീക്ഷകൾ വെച്ചിട്ട് ഓരോ പരീക്ഷയ്ക്കും 100 A+, B+ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മതിമറന്ന് ഉല്ലസിച്ചിട്ട് പോകുന്ന ഒരു തലമുറേനെ വളർത്തിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹം പഠിപ്പിക്കടോ. ഇനി വിദ്യാഭ്യാസം അല്ല വേണ്ടത്, ഇനി സ്നേഹാഭ്യാസമാണ് വേണ്ടത്. സ്നേഹാഭ്യാസം പറ്റുമോ നിങ്ങളെ മക്കളെ ഇനി അങ്ങനെ കൊണ്ടുവരാൻ? ആ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊക്കെ കൈവിട്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നശിക്കുക മാത്രമേ വഴിയുള്ളൂ. നശിച്ചു പോകും. ഒരൊറ്റ എണ്ണം രക്ഷപ്പെടും നിങ്ങൾ ആരും കരുതണ്ട കേട്ടോ. നശിച്ചു പോകും മനുഷ്യ സമൂഹം. കാരണം എന്താ, പടച്ചോൻ തന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതൊന്നിനും കൊള്ളാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും നേടിയതാണ് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് അഹങ്കരിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാശം.
ഇതാണ് നമ്മുടെ ദുരന്തം. കാണുന്നില്ലേ? ലോകം മൊത്തം നശിച്ചില്ലേ? എവിടെ നോക്കിയാലും പൊട്ടിക്കലും പിടിക്കലും കൊല്ലലും കൊലപാതകവും. ഒരുത്തൻ പറയാണ് ഞാൻ ആ രാജ്യത്തെ നശിപ്പിക്കും, മറ്റോ പറഞ്ഞ് ഞാൻ തിരിച്ചടിക്കും. ഇതങ്ങനെ നശിച്ച് നാനാമനായില്ലേ? ഈ ലോകം മൊത്തം നശിച്ചു പോയില്ലേ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? വലിയ പുരോഗതിയിലാണ്. സ്വയം പര്യാപ്തത നേടി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പര്യാപ്തമാണ് നിങ്ങളൊക്കെ നേടിയത്? ഇപ്പം കണ്ടില്ലേ, 2 സ്ഥലത്ത് യുദ്ധം പൊട്ടിയപ്പോൾ ഇവിടെ ഗ്യാസ് ഇല്ലാന്ന്, ഗ്യാസായി. എന്നിട്ട് ഓടുകയാണ് മാവിൻ്റെ ചോട്ടിലേക്ക് ചുള്ളിക്കമ്പ് വറക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ത് സ്വയം പര്യാപ്തതയാ? എവിടെയോ ബോംബ് പൊട്ടിയിട്ട് എന്തൊക്കെയോ തകർന്നേനി. ഇവിടെ ഒന്നും ഇല്ലാത്ത അവസ്ഥ, ഇവിടെ പട്ടിണി, ഇവിടെ വിലക്കയറ്റം. ഇതാണോ പുരോഗതി? സ്വയം പര്യാപ്തത പറഞ്ഞാൽ എന്താണെന്നറിയോ? അവനവൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടുമ്പോൾ ഇവിടെ പട്ടിണിയായി പോലെ സ്വയം പര്യാപ്തത അല്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും നശിച്ചു പോയ ഒരു ലോകത്തിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഒരു രോഗത്തിൻ്റെ ചെറിയൊരു കാര്യം പറയുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇവിടെ അട്ടഹസിച്ചിട്ടും അഹങ്കരിച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും തമ്മിൽ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല.